I am truly honored today to inaugurate the Veer Jawan Talachira Jani Smriti Mandapam. ഞാൻ ഇന്ന് ഈ തലച്ചിറ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് ഒട്ടേറെ സന്തോഷമുണ്ട്. I salute his tremendous courage and bravery in the face of death. He will always be a proud son of Edavakka. ഞാൻ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് മുമ്പിൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം എപ്പോഴും ഈ രാജ്യത്തെ പ്രചോദിപ്പിക്കുന്ന ഒരു രക്തസാക്ഷിയായി അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടും. His story is very touching. He joined the army at just 20 years of age, and his dream was to serve his motherland. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വളരെയധികം നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്. ഈ രാജ്യത്തെ സേവിക്കുക എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിനാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നത്. In 2003, he was martyred during an anti-terror operation in Rajouri district of Kashmir. 2003 രജൌരി ജില്ലയിൽ വെച്ച് തീവ്രവാദികളുമായിട്ടുള്ള ആക്രമണത്തിനിടയിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. And he was awarded the Sena Medal posthumously for his service by the nation in 2004. 2004 ദേശം അദ്ദേഹത്തിന്റെ സേവനത്തിന്, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്, അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകി ആദരിക്കുകയുണ്ടായി. 22 years have passed since that day, and yet I noticed when I came here to inaugurate this memorial to him that his mother still has tears in her eyes. 22 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാൻ ഈ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ മാതാവിന്റെ കണ്ണിൽ ഇപ്പോഴും ആ കണ്ണീര് നിൽക്കുന്നതാണ്. Because we can never give her back what she lost. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചു നൽകാൻ കഴിയുന്നതല്ല. As a mother and as the daughter of a martyr myself, I fully understand what it means. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു രക്തസാക്ഷിയുടെ മകൾ എന്ന നിലയിൽ ഞാൻ പരിപൂർണമായി അവരെന്താണ് അനുഭവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Your son was a noble person who gave his life for India. നിങ്ങളുടെ മകൻ ഈ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. We owe him a great debt. നമ്മൾ അദ്ദേഹത്തോട് വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. And we owe a great debt to all those who have been martyred through the years, and all those who have served in different forces on different borders of our nation, those who have given their lives, those who have spent a lifetime of service, like some of you sitting here. We owe you all a great debt. നമ്മൾ ഈ കാലം മുഴുവൻ നമ്മുടെ ഈ അതിർത്തികളിലും അതുപോലെ തന്നെ സേനയിലും പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ജനങ്ങളുമായി നമ്മൾ ഏറെ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ പല ഫോഴ്സുകളിൽ, പല സേനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ഈ രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും അതിൽ കൂട്ടത്തിലുള്ളവരുണ്ട്. Because it is our martyrs and those who serve the nation that uphold our freedom. കാരണം നമ്മളുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ രക്തസാക്ഷികളുടെയും ഈ പോരാളികളുടെയും സേവനം കൊണ്ട് മാത്രമാണ്. They protect the freedoms that we take for granted. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോൾ പോലും അവർ നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുകയാണ്. And that's why Pradeep Master Ji, when you said that his father's one desire was to have a memorial in his name, I am very proud of you for having fulfilled that wish. അതുകൊണ്ടാണ് ബഹുമാനായ പ്രദീപ് ജി, അദ്ദേഹത്തിന്റെ പിതാവ് മകന് വേണ്ടിയിട്ടുള്ളൊരു സ്മാരകം വേണമെന്നുള്ള അദമ്യമായ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടപടിയെടുത്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. Because when a family member is martyred, you cannot get that family member back. You cannot forget. That sadness stays with you for the rest of your life. കാരണം ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അദ്ദേഹത്തെ ആ മനുഷ്യനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും. But you do get comfort from the support of the community. You do get comfort from the love of the people around you, from those who have cared to remember him. നമുക്ക് അദ്ദേഹത്തെ തിരിച്ചു നൽകാൻ കഴിയില്ല, പക്ഷേ അദ്ദേഹത്തോടൊപ്പം
നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്ന് പിന്തുണയ്ക്കുമ്പോൾ, അദ്ദേഹത്തിന് ആ സ്നേഹം നൽകുമ്പോൾ, ആ പിന്തുണ നമ്മൾ നൽകുമ്പോൾ അവർക്ക് ആശ്വാസമാകും. And the reason that memorials like these are important is to remind us that whatever we have has come at a cost, that people have sacrificed to give us these freedoms, that people have sacrificed to build our democracy, and people have sacrificed for everything that we see in our daily lives. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ ഉയരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തലാണ്. എത്രയോ മനുഷ്യർ നൽകിയ ജീവന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ജീവിതത്തിൽ നടക്കുന്ന ഓരോന്നും പല മനുഷ്യരുടെ ത്യാഗത്തിന്റെ ഫലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്കിതെല്ലാം. And that's why when we work in the service of others and in the service of our nation, it is very, very important for us to understand how deep the sacrifices that others have made for us are. അതുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ, നമ്മൾ ജനാധിപത്യത്തിന്റെ ഭാഗമാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത്രയും വലിയ മനുഷ്യർ അവരുടെ ജീവിതം ത്യാഗം ചെയ്ത് നമുക്ക് നേടിത്തന്നതാണെന്നുള്ളൊരു ബോധ്യം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ്.